ഓൺലൈൻ ടീച്ചിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ടാബ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എനിക്കിപ്പോൾ എൻ്റെ ബാക്കിൽ ബോർഡ് ഇരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഫോൺ ട്രൈപോഡിൽ വെക്കും. അവിടെ ട്രൈപോഡ് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഫോൺ ട്രൈപോഡിൽ വെക്കും. അങ്ങനെയാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫോൺ ട്രൈപോഡിൽ വെച്ച ശേഷം നമ്മൾ നോർമലായിട്ട് എഴുതും. അങ്ങനെ എഴുതും ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ലാപ്പിലേക്ക് ക്ലാസ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലാപ്പും ഫോണും എല്ലാം കൂടെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര പോസിബിൾ ആയിട്ടൊരു കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ലാപ്ടോപ്പിൽ ക്ലാസ് ആക്കിയപ്പോൾ ഞാൻ അനുഭവിച്ച വലിയൊരു പ്രശ്നമായിരുന്നു. ലൈക്ക് നമുക്ക് എഴുതി ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റാതിരിക്കുക. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഈ എഴുതി ക്ലാസ് എടുത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. കൂടുതലും ക്ലാസ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് എമർജൻസി ആയിട്ട് വാങ്ങിയൊരു സാധനമാണ് ഈ XP പെന്ന് കൊണ്ടുള്ള കണ്ടോ ഈ ഒരു റൈറ്റിംഗ് ടാബ് കണ്ടോ. നമ്മൾക്ക് കഴിഞ്ഞു. ഇതിപ്പോൾ ഇന്നാണ് നമുക്കിവിടെ ഡെലിവറി ആയി വന്നത്. ഞാൻ സൺഡേ ആണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചെറുതും അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് ചെറുതൊക്കെ മതിയാവുമെന്ന് തോന്നുന്നു. ഞാൻ വലുത് വാങ്ങി. വാങ്ങുമ്പോൾ എന്തായാലും ഒന്നല്ലേ വാങ്ങുള്ളൂ എന്നുള്ളൊരു ഇതിൽ വാങ്ങി. അതിൻ്റെ കൂടെ വരുന്നതാണ്ടോ ഈ ഒരു പെന്നാണ് വരുന്നത്, XP പെന്ന് ഉണ്ണിയെ. പിന്നെ അതിൻ്റെ കൂടെ ഇതാണ് ഇത് പെന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. പിന്നെ ഇതാണ്ടോ ഇത് അതിൻ്റെ നിബ്ബുകളാണ്, ഡിഫറെൻറ്റ് നിബ്ബുകളാണ്. ഇതൊക്കെ എങ്ങനെ മാറ്റിയിടുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു കേബിൾ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇതാണോ ഈ ഒരു കേബിൾ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൽ കണക്ട് ചെയ്യാൻ ഇതിലേക്ക് കൊടുക്കുക. പിന്നെ ഏതെങ്കിലും ഒരു എന്താ പറയുക വൈറ്റ് ബോർഡ് ഉണ്ടാവുമല്ലോ, ഓൺലൈനായിട്ടുള്ള വൈറ്റ് ബോർഡ്, നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൈറ്റ് ബോർഡ്, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ MS വേർഡോ എക്സലോ ആണ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, എഴുതാനുള്ളത് ഉണ്ടാവുമല്ലോ. അതൊക്കെ മതി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, മൈക്രോസോഫ്റ്റിൻ്റെ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഞാനതൊക്കെ ഇങ്ങനെ ഒന്ന് പഠിച്ച് വരുന്നേ ഉള്ളൂ. കാരണം ഞാൻ ഇതൊന്ന് പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഫോണിൽ കയറിയിട്ടാണ് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഫോണിലാണല്ലോ ഇതുവരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ 2 മാസം ആയിട്ടില്ല ഞാനിപ്പോൾ ലാപ്പിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ 2 മാനുവൽസൊക്കെ വരുന്നുണ്ട് കണ്ടോ, വർക്കിംഗ് മാനുവൽസൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും വരെ നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഞാനത് ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ലിങ്ക് വേണ്ട ആൾക്കാർ ഓൺലൈൻ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് ക്ലാസ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ലിങ്ക് വേണ്ട ആൾക്കാർ ലിങ്ക് എന്ന് കമൻറ്റ് ഇട്ടുള്ളൂ. ലിങ്ക് ഞാൻ അയച്ചു തരാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.